പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കൂടുതൽ കടുത്ത നടപടികളുമായി ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിയും ഇന്ത്യ നിരോധിച്ചു. ദേശീയ സുരക്ഷയും പൊതുനയവും അടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് തീരുമാനം. പാകിസ്ഥാനിൽ നിന്ന് നേരിട്ടുള്ളതോ കയറ്റുമതി ചെയ്യുന്നതോ ആയ എല്ലാ ചരക്ക് സാധനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെയാണ് വിലക്ക്. ഈ നിരോധനത്തിന് ഒഴിവു നൽകാൻ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണം. വാണിജ്യ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏക വാണിജ്യ റൂട്ടായ വാഗ അട്ടാരി അതിർത്തി നേരത്തെ അടച്ചിരുന്നു. ഫാർമ ഉൽപ്പന്നങ്ങൾ, പഴങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയാണ് പ്രധാനമായി പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം 200% ചുങ്കം ചുമത്തിയതോടെ ഇറക്കുമതിയുടെ തോത് നന്നേ കുറഞ്ഞിരുന്നു. 2024-25 മൊത്തം ഇറക്കുമതിയുടെ 0.0001% മാത്രമായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി. 2024 ഏപ്രിൽ മുതൽ 2025 ജനുവരി വരെ പാകിസ്ഥാനിൽ നിന്ന് $4,20,000 ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. കഴിഞ്ഞ വർഷം ഇത് $28.6 കോടി ആയിരുന്നുവെന്നും വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യത്തെ തുടർന്ന് ഉഭയകക്ഷി വ്യാപാരത്തിൽ കുത്തനെ ഇടിവുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള കയറ്റുമതിയിലും ഇടിവുണ്ടായി. 2023-24 വർഷത്തിൽ $110 കോടി ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്തെങ്കിൽ 2024 ഏപ്രിൽ മുതൽ 2025 ജനുവരി വരെ $44.77 ലക്ഷം കയറ്റുമതി മാത്രമാണ് നടന്നത്. നേരത്തെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും പാക് പൗരന്മാർക്കുള്ള എല്ലാ വിസകളും റദ്ദാക്കുകയും ചെയ്തു. ഇന്ത്യൻ നടപടിക്ക് ബദലായി പാകിസ്ഥാൻ ഷിംല കരാർ അടക്കം എല്ലാ ഉഭയകക്ഷി കരാറുകളും റദ്ദാക്കിയിരുന്നു. പാക് പൗരന്മാർക്ക് മടങ്ങിപ്പോകാൻ അനുവദിച്ചിരുന്ന സമയം ഏപ്രിൽ 30 അവസാനിച്ചതോടെ വ്യാഴാഴ്ച അതിർത്തി അടച്ചിരുന്നു. ഇതോടെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകാനെത്തിയ 70ഓളം പാക് പൗരന്മാർ അതിർത്തിയിൽ കുടുങ്ങിയെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ അതിർത്തിയിൽ കുടുങ്ങിയെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പാക് പൗരന്മാരെ അവരുടെ ഭാഗത്തെ അതിർത്തി കടക്കാൻ ഇന്ത്യൻ അധികൃതർ അനുവദിക്കുകയാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ നിരോധിച്ചു. ദേശീയ സുരക്ഷ, ക്രമസമാധാനം എന്നിവയുമായി ബന്ധമുള്ള സർക്കാർ ഉത്തരവിനെ തുടർന്ന് നിലവിൽ ഈ ഉള്ളടക്കം രാജ്യത്ത് ലഭ്യമല്ലെന്നാണ് ഷരീഫിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ സന്ദർശിക്കുമ്പോൾ കാണാനാകുന്ന സന്ദേശം. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ, ഷഹീൻ ഷാ അഫ്രീദി, ഹാരിസ് റൌഫ് എന്നിവരുടെ അക്കൗണ്ടുകളാണ് ഇന്ത്യയിൽ നിരോധിച്ചത്.